ചെല്ലച്ച മുട്ടുചിറ ഹൊറനാപ്പള്ളിയുടെ സ്നേഹബഹുമാനപ്പെട്ട വികാരി മുണ്ടുമൊഴി കരേച്ച, മുട്ടുചിറ ഹൊറാനായിൽ നിന്നുള്ള പ്രിയപ്പെട്ട മറ്റച്ഛന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട വാത്സല്യമുള്ള കുട്ടികളെ, അധ്യാപകരെ, മറ്റ് സ്നേഹിതരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ നടുവിലാണ്. വചന ആഘോഷ വേദിയുടെ ബേമായിൽ നിന്നുകൊണ്ട് ഇന്ന് നിങ്ങൾ കേട്ട തിരുവചനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമുഖമായിട്ട് മനസ്സിലച്ഛൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇന്നത്തെ ഈ തീർത്ഥാടന മണിക്കൂറുകൾക്ക് സവിശേഷതകൾ ഏറെയുണ്ട്. മുട്ടുചിറ ഫൊറോനാക്കാര് ഭരണങ്ങാനത്ത് ഫോൻസാമയുടെ പുണ്യകുടീരത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു ദൈവഭക്തി മാത്രമല്ല, ഒരു അവകാശം കൂടിയുണ്ട്. മുട്ടുചിറ ഫൊറോനായിക്കും ആ ഫൊറോനായിലെ മറ്റ് പള്ളികൾക്കുമൊക്കെ അവകാശപൂർവം ഇവിടെ വരാനും ഇവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ ഉള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഒരേ കാര്യത്തിൻ്റെ രണ്ട് സംരക്ഷകരാണല്ലോ ഭരണജ്ഞാനവും മുട്ടുചിറയും. മുട്ടുചിറ അൽഫോൻസാമിയെ വളർത്തിയ മുരിക്കൻ തറവാടിൻ്റെ പൈതൃകവും മുട്ടുചിറ ഫൊറോനായുടെ ചരിത്രപരമായ പ്രത്യേകതകളും ഇപ്പോൾ FCC സമർപ്പിതര് പ്രാർത്ഥനാലയം പോലെ പണിതുയർത്തിയിരിക്കുന്ന അൽഫോൻസാമിയുടെ ആ ഭവനവും എല്ലാം വളരെ തനിമ നിറഞ്ഞ കാര്യമാണ്. ഇവിടെ അതേസമയം അൽഫോൻസാമയുടെ പുണ്യ കുടീരം നമ്മൾ സംരക്ഷിക്കുകയാണ്. ഒരു രൂപത ഇരട്ട പേരുകൾ കൊണ്ടു നടക്കുന്നത് പോലെയാണ്. എറണാകുളം അങ്കമാലി എന്ന് പറയുന്നത് പോലെയാണ് മുട്ടുചിറയും ഭരണജ്ഞാനവും. ഒരേ വ്യക്തിയുടെ അൽഫോൻസാമയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും അൽഫോൻസാമയിലുള്ള നമ്മളുടെ ആ ആദരവ് കൂടുതൽ ഇവിടെ പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മുട്ടുചിറക്കാർ എല്ലാവരും ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത മുട്ടുചിറ വികാരിയച്ഛൻ്റെ കാര്യമാണ്. അച്ഛൻ ഇവിടെ ഭരണജ്ഞാനം വികാരിയായിരുന്നു. അച്ഛൻ്റെ കാലത്താണ് അൽഫോൻസാമിയെ വിശുദ്ധയായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചത്. അച്ഛനോട് ഞാൻ ഒരിക്കൽ സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ പറയുകയുണ്ടായി, അച്ഛന് ഭരണജ്ഞാനത്തേക്ക് വികാരിയായിട്ട് പത്തേന്തി കൊടുത്തപ്പോൾ അതിലൊപ്പിട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ പ്രകാശം പോലെ എനിക്ക് തോന്നി. അച്ഛൻ്റെ കാലത്ത് അൽഫോൻസാമ വിശുദ്ധിയായേക്കും. അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ ആ പത്തേന്തി ഒപ്പിട്ടത്. ഞാനൊരിക്കൽ മുണ്ടുപുഴ കരിച്ചിനോട് പറയുകയുമുണ്ടായി, അച്ഛന് അൽഫോൻസാമയുടെ കാനനൈസേഷനിൽ റോമായിൽ പോവുകയും പങ്കെടുക്കുകയും എല്ലാം ചെയ്ത ആൾ തന്നെയാണ്. ആ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അൽഫോൻസാമ വളർന്ന് അൽഫോൻസാമയ്ക്ക് ആത്മീയ ചിന്തകളെല്ലാം പകർന്നു നൽകിയ മുട്ടുചിറ ഇടവകയുടെ വികാരിയും. അതിനകത്തും വളരെ അസാധാരണമായ ആ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. അച്ഛന് ദൈവം കൊടുത്ത വലിയൊരു ഭാഗ്യമാണ് ഈ രണ്ട് കേന്ദ്രങ്ങളിലും വികാരിത്വം നടത്തുക, അല്ലെങ്കിൽ വികാരിക്കടുത്ത് ശുശ്രൂഷ ചെയ്യുക എന്നത്. അതുപോലെ തന്നെ ആ ഫൊറോനായോട് ബന്ധപ്പെട്ട മറ്റ് വൈദികരും നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ നിങ്ങളുടെ ഇടവകയിലെ അച്ഛന്മാരുടെ കൂടെ കുർബാനയിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ തീർത്ഥാടകരായിട്ട് ഇവിടെ വരുമ്പോൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ നമ്മളുടെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രത്യേക മാർഗമായിട്ട്
ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പ്രാർത്ഥനയും ഉപവാസവും അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന്, ദൈവവിളിയുടെ പ്രത്യേകമായിട്ടുള്ള സ്വരം കേൾക്കുന്നതിന് ഒക്കെയാണ് നമ്മൾ തീർത്ഥാടനം നടത്തുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഫൊറോനാക്കാർ മുഴുവൻ ഇവിടെ വരുമ്പോൾ അവരുടെ ഒരു ആത്മനിർവൃതിയുടെ ഭാഗമായിട്ട് കൂടിയാണല്ലോ ഈ കൂടിവരവ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഞായറാഴ്ച 2 സുവിശേഷ വായനകൾ സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലാദ്യത്തേതാണ് ബഹുമാനപ്പെട്ട മുണ്ടുപുഴിക്കരച്ചൻ ഇവിടെ വായിച്ചത്. 2 സുവിശേഷ ഭാഗങ്ങൾ. ഒന്ന്, ഇന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ദിവസമാണ്. മത്തായി, മാത്തച്ഛൻ എന്ന പേരുള്ള എല്ലാവരെയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് അവരെ ദൈവത്തിന് സമർപ്പിക്കുന്ന ദിവസമാണ്. ആ ദൈവവിളിയുടെ പ്രത്യേകമായ ഓർമ്മകളും അതോടൊപ്പം തന്നെ രോഗം ബാധിച്ച ഒരു കുട്ടിയെ, മാരകമായ രോഗം ബാധിച്ച ഒരു കുട്ടിയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ആ കാഴ്ചയും. ഞാൻ ആ 2 കാര്യത്തെക്കുറിച്ച് 1-2 ചെറിയ ചിന്തകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, മത്തായിയെ ലേവി എന്ന പേരുള്ള ആ മനുഷ്യനെ കർത്താവ് വിളിക്കുന്ന രംഗമാണ്, ശിഷ്യനാക്കിയെടുക്കുകയാണ്. കുട്ടികൾക്ക് സിനിമ കാണുന്നത് വളരെ ഇഷ്ടമാണല്ലോ. സിനിമ ഇഷ്ടമില്ലാത്തവരാരും കാണുകയില്ല, കണ്ടിട്ടില്ലാത്തവരും കാണുകയില്ല. മത്തായിയെ കർത്താവ് വിളിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്നു. മത്തായി ചുങ്കം പിരിക്കുന്നയാളാണ്. ചുങ്കസ്ഥലത്ത് നിന്ന് കർത്താവ് അവനെ വിളിച്ചു. ആ കഥയുടെ ഒരു പശ്ചാത്തലം ഇതാണ്. മത്തായി ചുങ്ക സ്ഥലത്ത് നാണയം മേടിച്ചെടുക്കാനുള്ള പെട്ടിയുമായിട്ട് അതിൽ കടന്നു പോകുന്നവരോടൊക്കെ ആ ചുങ്കം പിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഓഫീസറായിട്ട് ആ ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ ഈശോ തോളിൽ ഒരു തുണിസഞ്ചിയും തൂക്കിയിട്ട് അതിൽ നടന്ന് അവിടെ ചെന്ന് നിന്നു. ഈശോയുടെ സ്വന്തം സ്ഥലമാണ്. ഈശോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഞ്ചിയും തൂക്കി അവിടെ നിന്നു, മത്തായിയുടെ അടുത്ത്, ലേവിയുടെ അടുത്ത്. അപ്പോൾ ഈ ചുങ്കക്കാരൻ മത്തായി അല്ലെങ്കിൽ ലേവി ഈശോയോടൊരു ചോദ്യം ചോദിക്കുന്നതാണ് പശ്ചാത്തലം. ഹാവ് യു എനിത്തിങ് ടു ഡിക്ലെയർ? ചുങ്കസ്ഥലത്ത് അല്ലെങ്കിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക് പോരുമ്പോൾ അവർ ചോദിക്കുന്ന, പോലീസുകാർ ചോദിക്കുന്ന ചോദ്യം അതാണല്ലോ, ഹാവ് യു എനിത്തിങ് ടു ഡിക്ലെയർ? ഇവിടെ പരസ്യമായിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് തീരുവ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോ പറഞ്ഞു, ഐ ഹാവ് കം ടു ഡിക്ലെയർ ദ ലവ് ഓഫ് ദ ഫാദർ. ദൈവപിതാവിൻ്റെ സ്നേഹം ഡിക്ലെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോ കൊടുക്കുന്ന ഉത്തരം, ആ ഫിലിമിൽ ഈശോ കൊടുക്കുന്ന ഉത്തരം അതാണ് കാണിക്കുന്നത്, കേൾപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ചുങ്കക്കാരൻ മത്തായി പറഞ്ഞു, ലവ് ഈസ് നോട്ട് ടാക്സബിൾ. സ്നേഹിക്കുന്നതിന് ടാക്സ് ഇല്ല. യു ക്യാൻ ഗോ. ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങിക്കുന്നില്ല. സ്നേഹത്തിന് ടാക്സ് ഇല്ല. ലവ് ഈസ് നോട്ട് ടാക്സബിൾ. യു ക്യാൻ ഗോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നോ, ഐ വിൽ നോട്ട് ഗോ. ഐ ഗോ ഓൺലി വിത്ത് യു. നിന്നെ കൊണ്ട് ഞാൻ പോവുകയുള്ളൂ. കം ആൻഡ് ഫോളോ മീ. എഴുന്നേറ്റ് എന്നെ അനുഗമിക്കുക. അതാണ് ആ സിനിമയുടെ സാരസംഗ്രഹം. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന, മത്തായിയെക്കുറിച്ച് വായിക്കുന്ന ആ സംഭവങ്ങളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ പോയ ശിഷ്യനും സുവിശേഷകനുമാണ് മത്തായി. മാത്തച്ഛൻ, മത്തായി എന്ന പേരുള്ള ആൺകുട്ടികളൊന്ന് കൈവക്കാമോ? ഇതിനകത്ത് എത്ര പേരുണ്ട്? പലരുമുണ്ട്. വെരി ഗുഡ്. അങ്ങനെയാണ് കർത്താവ് മത്തായിയെ വിളിച്ചത്. നിങ്ങളെയും ഒരുപക്ഷെ ഈശോ ഇപ്പം വിളിക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു അച്ഛനാകാൻ നീ പോരുന്നോ
എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഈശോ അവിടെ ചെയ്തതെന്താണ്? മത്തായിയെ വിളിച്ചപ്പോൾ ഉടനെ തന്നെ എല്ലാ ശിഷ്യന്മാരും ഈശോയും ചുങ്കക്കാരും പാപികളും അവിടെ ഇരുന്ന് വലിയ ഒരു വിരുന്ന് കഴിക്കുകയാണ്. അതായിരുന്നു ആ വിളിയുടെ പ്രത്യേകത. വെറുതെ മത്തായിയെ വിളിച്ചിട്ട് ഈശോ പോയില്ല. എല്ലാവരും ശിഷ്യന്മാരും ഈശോയും ചുങ്കക്കാരും പാപികളും മറ്റു യഹൂദന്മാരും എല്ലാം അവിടെ ഇരുന്ന് വിരുന്ന് കഴിക്കുകയാണ്. നമ്മളും ആ വിരുന്നിലാണിപ്പോൾ. ഈശോയുടെ വിരുന്ന് എന്താണ്? പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ ആ വിരുന്നിൻ്റെ നിറവിലാണ്. പരിശുദ്ധ കുർബാന ആഘോഷിക്കുന്നു, വചന പ്രഘോഷണം കേൾക്കുന്നു. അങ്ങനെ ആ വിരുന്നിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. ആ വലിയ സന്തോഷത്തിലാണ് ഇവിടെ നമ്മൾ ഒന്നിച്ച് ആയിരിക്കുന്നത്. മത്തായിയെ വിളിച്ച് കർത്താവ് നൽകിയ ആ വിരുന്നിൻ്റെ ഒരു അനുസ്മരണമാണ് ഇന്ന് നമ്മളുടെയൊക്കെ മനസ്സിൽ. നിങ്ങളുടെ കുട്ടികൾ മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കിക്കേ. മത്തായിയുടെ ആദ്യത്തെ പേര് ലേവി എന്നായിരുന്നു. അവൻ്റെ അപ്പൻ്റെ പേര് എന്തായിരുന്നു? അൽഫേവൂസ്. അൽഫേവൂസിൻ്റെ മകനായ ലേവിയെ കർത്താവ് മത്തായി ആയിട്ട് ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് മാറ്റി. യോനായുടെ പുത്രനായ ശീമോനെ പത്രോസ് ആക്കി കർത്താവ് മാറ്റിയതുപോലെ തന്നെയാണ് ഈ മത്തായിയെയും കർത്താവ് വലിയ താല്പര്യത്തോടു കൂടി ആണ് വിളിച്ചത്. മനോഹരമായ സുവിശേഷം എഴുതിയ ആളാണല്ലോ മത്തായി. അതെല്ലാം നമുക്ക് ഈ തീർത്ഥാടനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന ഒരു സംഭവമാണല്ലോ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. മറ്റൊരു സുവിശേഷത്തിലും അത് പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിന് അതുപോലുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ബെയാറ്റിറ്റ്യൂഡ്സ്, മലയിലെ പ്രസംഗം, അത് എല്ലാ മതക്കാരും ഇഷ്ടപ്പെടുന്ന ആ തിരുവചനങ്ങളെല്ലാം എഴുതിയത് വിശുദ്ധ മത്തായിയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീർത്ഥാടകരായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കണം. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ചോദിക്കും, പിതാവ് എന്താണ് ഇന്ന് പള്ളിയിൽ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ പറയണം, അൽഫോൻസാമ്മയെ കുറിച്ച് പറഞ്ഞു, മുട്ടുചിറക്കാരെ കുറിച്ച് പറഞ്ഞു, മത്തായിയെ ഈശോ വിളിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു. അതൊക്കെ മാതാപിതാക്കളെ പറഞ്ഞു കേൾപ്പിക്കണം. അതാണ് കുടുംബ കാറ്റക്കേസിസ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വിശ്വാസം പകർന്നു തന്നതുപോലെ നിങ്ങൾ പള്ളികളിൽ കേൾക്കുന്ന തിരുവചന വ്യാഖ്യാനങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് അങ്ങോട്ടും പറഞ്ഞു കേൾപ്പിക്കണം. അങ്ങനെയാണ് വിശ്വാസം വളരുന്നത്, വർദ്ധിക്കുന്നത്. അതിൽ നമ്മൾ ആഴപ്പെടുന്നതല്ല. രണ്ടാമത്തെ ഒരു ചിന്ത കൂടെ, ഇപ്പോൾ അച്ഛന് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച സുവിശേഷ ഭാഗം അത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. ഒരു അപസ്മാര രോഗി, ആ രോഗത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി വലിയ അപകടം പിടിച്ച് രണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകിൽ കിണറ്റിൽ ചാടും, വെള്ളത്തിൽ ചാടും, അല്ലെങ്കിൽ അമ്മ കുട്ടി വെച്ചിരിക്കുന്ന തീക്കകത്ത് പോയി ചാടും. ഈ രണ്ട് പ്രശ്നമാണുള്ളത്. അത് നമുക്ക് നോക്കി നിൽക്കാൻ ഒക്കെയില്ല. ആ കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖമാണ്. ആ കുട്ടിയുടെ അപ്പൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ മകൻ ഇതുപോലെ വലിയ രോഗം പിടിച്ചിരിക്കുകയാണ്, അവൻ്റെ അസുഖം ഇതാണ്. ഒന്നുകിൽ അവൻ വെള്ളത്തിൽ കിടക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ തീക്കകത്ത് കിടക്കുന്നതായിട്ട് കാണുന്നു. അവിടെ പ്രതീകാത്മകമായിട്ട് സുവിശേഷകൻ മത്തായി പറയുന്ന കാര്യം, നമ്മൾ പാപകരമായ സാഹചര്യത്തിൽ അപകടകരമായ രീതിയിൽ പോയി വീഴുന്ന രണ്ട് തിന്മകളാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ കുട്ടികൾ മദ്യപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീക്കകത്ത് ചാടുന്നവരാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുന്നവരാണ്. നിങ്ങൾ മറ്റാരെയെങ്കിലും വളരെ ഗൗരവമായിട്ട് ഉപദ്രവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീ കൊണ്ട് കളിക്കുകയാണ്, മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുകയാണ്.
നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വളരെ അടിസ്ഥാന സ്വഭാവമുള്ള തിന്മകളിലേക്കുള്ള ചായ്വിനെ കുറിച്ചാണ് ആ കുട്ടിയുടെ അപ്പൻ എന്ന് പറയുന്നത്. നമുക്കും അങ്ങനെയുള്ള ചില പോരായ്മകളെല്ലാം കാണാം. നിങ്ങളുടെ മാതാപിതാക്കളെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി, എൻ്റെ മോന്, എൻ്റെ മോള് അൽഫോൻസാമ്മയുടെ അടുത്താണ്. അവളെ കർത്താവേ നീ നോക്കിക്കൊള്ളണമേ. അൽഫോൻസാമ്മേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമുക്കുള്ള ചെറിയ ചെറിയ തെറ്റുകൾ, പഠിക്കാനുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഇഷ്ടക്കേട്, മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള താല്പര്യക്കുറവ്, അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തീയിലും വെള്ളത്തിലും ചാടാതെ നമ്മളെ സംരക്ഷിക്കാനുള്ള മധ്യസ്ഥം നമ്മൾ അൽഫോൻസാമ്മയോട് അപേക്ഷിക്കുകയാണ്. അതിൻ്റെ അവസാനം ആ മനുഷ്യൻ ചെയ്ത, ഈ കൊച്ചിൻ്റെ അപ്പൻ ചെയ്ത കാര്യം, അദ്ദേഹം ഓർത്തു ഈശോയുടെ കൂട്ടത്തിൽ നടന്ന ശ്ലീഹന്മാര് അവരുടെ അടുത്ത് ചെന്നാൽ ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഈ പിതാവ് പല പ്രാവശ്യം ഈ കുട്ടിയെ കൊണ്ട് ഈ ശിഷ്യന്മാരുടെ അടുത്ത് പോയി, ഒരു ഗുണവും കിട്ടിയില്ല. ആ ചേട്ടൻ പറഞ്ഞല്ലോ, നിന്റെ ശിഷ്യന്മാരുടെ അടുത്തിൽ ഞാൻ പലപ്പോഴും പോയി, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈശോ ആ കുട്ടിയെ വിളിച്ച് സുഖപ്പെടുത്തി, പിശാചിനെ പുറത്താക്കി നല്ല കുട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. ശ്ലീഹന്മാരെ നോക്കി നിന്ന് മാറി നിന്ന് കാണുന്നുണ്ട്. അവരോടി വന്ന് കർത്താവിനോട് ചോദിച്ചു, നാഥ, ഞങ്ങൾക്ക് എന്താണ് ഇതിന് കഴിയാതെ പോയത്? ഞങ്ങളും ആ കുട്ടിക്ക് വേണ്ടി മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചു, ഞങ്ങളിത് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഈശോ പറഞ്ഞ ഉത്തരം നിങ്ങൾക്കറിയാമല്ലോ. 2 കാരണം കൊണ്ടാണ്. 1, നിങ്ങളുടെ പ്രാർത്ഥന മോശമാണ്. 2, നിങ്ങൾ ഉപവസിക്കുന്നില്ല. നോമ്പുകാലത്ത് നമുക്ക് ഇറച്ചിയും മീനും തിന്നണമെന്ന് നിർബന്ധം, അതൊരു മാനസികാവസ്ഥയാണ്. നിങ്ങൾ ഉപവസിക്കുന്നില്ല. 2, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥനയില്ലാതെ നിങ്ങൾ സ്ത്രീഹന്മാരാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ല. പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം അതാണ്. എല്ലാ ദിവസവും കുട്ടികൾ പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ സഭ നിശ്ചയിച്ചു തരുന്ന നോമ്പുകാലം, ഉപവാസത്തിൻ്റെ കാലം, അങ്ങനെയുള്ള ദിനങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവുകളും. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ ആ മല മാറും. ഏത് മലയും മാറും. ഈ മല പിശാച് ബാധിച്ച പൈശാചിക പ്രവൃത്തികളുള്ള ആ കൊച്ചിൻ്റെ മനസ്സിലുള്ള മലയായിരുന്നു. ആ മലയെ നീക്കാനായിട്ട് ഇവർക്ക് പറ്റാണ്ട് പോയത് ഇവർ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് സാധിക്കും ഈ മലയെ മാറ്റാൻ. ഇതുപോലുള്ള പൈശാചിക പ്രവർത്തനങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചാൽ. നമ്മൾ പ്രത്യേകം മനസ്സിലോർത്തിരിക്കേണ്ട കാര്യം അതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂട്ടത്തിലാണ്, കർത്താവിൻ്റെ മടിയിലാണ്. ഉപവസിക്കുമ്പോൾ അത് ഈശോയുടെ അതേ രീതിയിൽ നമ്മൾ നീങ്ങുകയാണ്. ഉപവാസം, കൂട്ടത്തിൽ ഞാൻ താമസിക്കുകയാണ്. അത്തരത്തിലുള്ള ആത്മീയ ചിന്തകൾ കൂടെ നമുക്ക് ഇവിടെ നിന്ന് തീർത്ഥാടനം കഴിഞ്ഞ് നിങ്ങൾ